സമയം ഒരുപാടായിട്ടുണ്ട് ഗൈസ്. ഏകദേശം 2 മണി പിന്നിട്ട് 2:30 ആവാനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം എന്തായിരുന്നു എനിക്ക് പണി ചോദിച്ചാൽ, ഞാൻ കോഡ് ചെയ്യായിരുന്നു. ഒരു ലോഗിൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യായിരുന്നു. ലോഗിൻ സിസ്റ്റം അല്ലേ, അത് ക്രിയേറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ എനിക്കെന്താ അറിയില്ല, ഈ അപ്പോൾ എന്നുള്ള വീട് കുറേ ആയിട്ട് വരും. ഞാനിപ്പോൾ 3ാമത്തെ ഷോട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. ഈ ലോഗിൻ സിസ്റ്റം ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് നമ്മുടെ CCTV ക്യാമറ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ, ഫോൺ ഉപയോഗിച്ചിട്ട് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് അലാറടിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ. ഞാൻ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അത് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്, അതെടുത്ത് ഒരു സോഫ്റ്റ്വെയർ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതാണ് മീൻസ് ഒരു പ്ലാറ്റ്ഫോം, അതെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്, അത് ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ലോഗിൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ തോന്നി. ഞാനൊരു ലോഗിൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ലോഗിൻ സിസ്റ്റം ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു ആശയമാണ്, ചെറിയൊരു ആശയം. അതായത് നമ്മുടെ വേൾഡിൽ ടെക്നോളജി ഒരുപാട് റെവല്യൂഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. പക്ഷേ നമ്മുടെ ഫിംഗർ പിന്നും അതുപോലെ തന്നെ ഫേസ് ഡിക്റ്റേഷനും ഇതൊക്കെയാണ് നമ്മുടെ കീസിന് പകരമായിട്ട് കൊണ്ടുവന്നത്. ഇനിയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ എൻ്റെ അറിവിലുള്ള ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഇനി പല രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനൊന്നും പോപ്പുലാരിറ്റി കിട്ടിയിട്ടില്ല. ദാറ്റ് മീൻസ് അതായത് നമ്മുടെ ഇപ്പോൾ ചാറ്റിംഗ് സിസ്റ്റമൊക്കെ പോലെ അത്ര പോപ്പുലാരിറ്റി, ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ അവൈലബിലിറ്റി എവിടെ ഉണ്ടോ അവിടെ എല്ലാം നമുക്ക് ചാറ്റിംഗ് സിസ്റ്റം കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് കോമൺ പീപ്പിൾസ് പോലും ഉപയോഗിക്കുന്നുണ്ട്, അതായത് സാധാരണക്കാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലൊന്നും സാധാരണക്കാർ പോലും ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയിലേക്ക് ഫിംഗർ പ്രിൻറ്റ് അൺലോക്ക് മാറിയിട്ടില്ല. അത് നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ഫിംഗർ പ്രിൻറ്റ് അൺലോക്കാണ് ഉള്ളത്, പക്ഷെ നമ്മുടെയൊക്കെ ചാറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഞാൻ എൻ്റെ രീതിയിലൊന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ട്രസ്റ്റ്ഫുൾ അല്ല എന്നതുകൊണ്ടാണ്. അത്ര ട്രസ്റ്റ്ഫുൾ അല്ല എന്നതുകൊണ്ടാണ്. അതാണ് മെയിൻ. ഒരുപാട് റീസൺസ് ഉണ്ട്, എന്നാലും അതൊരു മെയിനായിട്ടുള്ള റീസൺസായി ഞാൻ പരിഗണിക്കുന്നു, ഞാൻ കൺസിഡർ ചെയ്ത് അങ്ങനെയാണ്. അപ്പോൾ ഞാനിപ്പോൾ അതിന് പകരമായിട്ട് ഒരു ലോഗിൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു. അതിന് വേണ്ടിയിട്ടല്ല, ഞാൻ എൻ്റെ പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ലോഗിൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ആശയം തോന്നി, ഇതുപോലത്തെ ലോഗിൻ സിസ്റ്റമൊക്കെ നമ്മുടെ ഡോർ ഓപ്പൺ ചെയ്യുന്ന രീതിയിലേക്കൊക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, ഇതുപോലത്തെ മീൻസ് ഞാൻ ഉണ്ടാക്കിയ പോലത്തെ നല്ല കേട്ടോ, അതിനോട് അഡ്വാൻസ്ഡ് ലെവൽ ഉണ്ടാക്കണം. ഞാൻ ഒരു ചെറിയ രൂപം കാണിച്ചു തരാം, എൻ്റെ ലോഗിൻ സിസ്റ്റം നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ആ രീതിയിൽ അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയ രീതിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒപ്പീനിയൻസൊക്കെ കമൻറ്റിൽ എഴുതണം. ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് എൻ്റെ ലോഗിൻ സിസ്റ്റം നമുക്ക് പരിചയപ്പെടാം. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ലോഗിൻ സിസ്റ്റം. അതായത് ഇവിടെ യൂസർ നെയിം എൻ്റർ ചെയ്യണം, പിന്നെ പാസ്വേഡ്, ഒ ടി പി എൻ്റെ ഫോണിലേക്ക് ജിമെയിലായിട്ട് വരും. ആ ജിമെയിലിൽ അടിച്ച് കൊടുത്താൽ പിന്നെ ലോഗിൻ അടിച്ചാൽ ലോഗിൻ ആവും. ഇപ്പോൾ ഞാനിവിടെ യൂസർ നെയിം ജസ്റ്റ് ഞാൻ റോങ് ആയിട്ട് ടൈപ്പ് ചെയ്യണം, പാസ്വേഡ് റോങ് ആയിട്ട് ടൈപ്പ് ചെയ്തു, ഒ ടി പിയും റോങ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ എന്തൊക്കെ നടക്കും എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങ് ജസ്റ്റ് സ്റ്റക്കാവും. അതിന് ശേഷം ഇവിടെ എഴുതി കാണിക്കും പ്ലീസ് 11 സെക്കൻഡ്സ് ഫിക്സിങ് സം ഇഷ്യൂസ്. അപ്പോൾ ഇതിനി ഓക്കെ അടിക്കല്ലാതെ വേറെ നിവർത്തി ഉണ്ടാവില്ല. അപ്പോൾ ഓക്കെ അടിക്കും. ആ ഒരു സമയം കൊണ്ട് എൻ്റെ ഫോണിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ജിമെയിൽ വന്നിട്ടുണ്ടാവും. ഐ ആം അസിസ്റ്റൻ്റ് ഓഫ് ദ ആദിൽ എന്ന് പറഞ്ഞിട്ട് അതിലുണ്ടാവും, ഹേ ആദിൽ ബി കെയർഫുൾ, സംതിങ് റോങ് യുവർ സിസ്റ്റം, ഇമ്മീഡിയറ്റ്ലി ഓൺ യുവർ ഇമെയിൽ എന്ന് പറയും. ഇവിടെ എഴുതിയിട്ടുണ്ടാവില്ല ഇമ്മീഡിയറ്റ്ലി ഓൺ യുവർ ഇമെയിൽ സ്വിച്ച്. ഇമെയിൽ സ്വിച്ച്, അതായത് ഞാൻ എൻ്റെ ഇമെയിൽ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ സിസ്റ്റം ഇപ്പോൾ ഇവിടെ പവർ ഓഫായി. അതാണ് ഇപ്പോൾ ഇവിടെയുള്ള ഈ ലൈറ്റ് പോയത്. സിസ്റ്റം ഇപ്പോൾ പവർ ഓഫായി. ഇത് പവർ ഓഫ് ആയതായിരുന്നു. ഇപ്പോൾ ബൂട്ട് ചെയ്ത് വന്നിട്ടുണ്ട് സിസ്റ്റം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെക്യൂരിറ്റി. മാത്രമല്ല ആ ഒരു സമയം കൊണ്ട് തന്നെ എൻ്റെ ഫോണിലേക്ക് ഇതവിടെ
അലേർട്ട് PNG എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ഇവിടെ ഇൻ്റർനെറ്റ് സ്ലോ ആയതുകൊണ്ടാണ്. അത് ഈ സിസ്റ്റത്തിൻ്റെ വെബ് കാം ഉപയോഗിച്ചിട്ട് അത് ക്യാമറ എടുത്തിട്ട് ആരാണ് റോങ് ആയിട്ട് ടൈപ്പ് ചെയ്ത് അയാളുടെ ഫോട്ടോ എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ ലോഗിൻ സിസ്റ്റത്തെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞു ജിമെയിൽ സ്വിച്ച് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ എൻ്റെ ജിമെയിൽ സ്വിച്ച് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതായത് alert.png ഇതാ ഞാൻ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓണാക്കി വെച്ച് ഈ ജിമെയിൽ സിസ്റ്റം ഓണാക്കി വെക്കുമ്പോഴാണ് ഇതെന്ത് ചെയ്യണത്, പവർ ഓഫിലേക്ക് പോകുന്നത് നമ്മുടെ സിസ്റ്റം. അല്ലെങ്കിൽ ഇത് പവർ ഓഫിലേക്ക് പോവില്ല. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങളുടെ ഒപ്പീനിയൻസൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് എഴുതണം. പിന്നെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.